ADGP ഇപ്പോ വല്ലാത്ത പ്രശ്നത്തിലാണ് എന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. അജിത് കുമാർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നങ്ങളുമില്ല. നോക്കൂ, അദ്ദേഹത്തിനെതിരെ ഭരണകക്ഷി MLA പരസ്യമായി ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയാണ്? സ്വർണ്ണക്കടത്ത്, കൊലപാതകം തുടങ്ങി ഇനി ഇല്ലാത്ത പണിയില്ല, മറ്റേ ലോകം മർദ്ദനം, പല പരിപാടികൾ. സ്വർണ്ണക്കടത്തടക്കമുള്ള ആരോപണം ഉന്നയിച്ച ഒരു ADGP, അതും ഭരണകക്ഷി MLA ഉന്നയിച്ച ഒരു ADGP ഒരു നിമിഷം ആ സ്ഥാനത്തിരിക്കാൻ പാടില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന് ഒരു സ്ഥാനചലനം സംഭവിച്ചില്ല. അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ട ഒരു ലീവ് അദ്ദേഹത്തിന് കൊടുത്തു എന്നവർ. അങ്ങനെയാണോ? നമ്മൾ ആരെങ്കിലും പേരിലാണ് ഒരു കേസ് വരുന്നതെങ്കിൽ, ആരെങ്കിലും പറയാണ് നമ്മൾ ഒരു കൊലപാതകം നടത്തിയെന്നോ സ്വർണ്ണക്കടത്ത് നടത്തിയെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു എന്നോ ആരെങ്കിലും പറഞ്ഞാൽ പോലീസ് എന്താ ചെയ്യുക? എന്നെ പിടിച്ച് ജയിലിടും, ആദ്യം FIR ഇടും, എന്നിട്ട് പിന്നെ അന്വേഷിക്കാൻ പറയും. ഇവിടെ എന്തേ അജിത് കുമാറിന് അതുപോലും ഉണ്ടായില്ല. ഒരു കമ്മീഷനെ വെച്ചിട്ട് ഒരു കമ്മിറ്റിയെ, പോലീസ് എന്താണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, കേട്ടാൽ തന്നെ നമുക്ക് ചിരി വരും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, DGP പേരിനുണ്ട്, പക്ഷെ ബാക്കിയുള്ളതൊക്കെ അജിത് കുമാറിന് റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ. അവരെന്തന്വേഷിക്കും എന്നൊക്കെ നമുക്ക് കുറേയൊക്കെ ഏതാണ്ട് നമുക്ക് ബോധ്യമാവും. എന്തൊക്കെയാണ് അവർ അന്വേഷിക്കാൻ പോണേ, എന്തൊക്കെ അന്വേഷിക്കും. ഒരു കാര്യം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്, ADGP സംഘപരിവാർ RSS നേതാക്കളെ കണ്ടത് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതേ ഇല്ല. അത് വരേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹത്തിന് ആരെയും കാണാൻ വ്യക്തിപരം. പക്ഷെ പ്രശ്നം അത് വ്യക്തിപരമായ ഒരു നിയമപരമായ പ്രശ്നമല്ലല്ലോ. ഇവിടെ ADGP സംരക്ഷിക്കപ്പെടുന്നത് നിയമപരമായ ഒരു പ്രശ്നം മാത്രമാണോ? മറിച്ച് അത് രാഷ്ട്രീയ പ്രശ്നമാണ്. എന്താ രാഷ്ട്രീയ പ്രശ്നം? ഈ സംഘപരിവാർ നേതാക്കളെ 15-16 മാസം മുമ്പ് ADGP പോലൊരു ഉദ്യോഗസ്ഥൻ ഒളിച്ചുപോയി കാണുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ കാറിലല്ല പോയി കാണുന്നത്. അദ്ദേഹത്തിന്റെ കാറിൽ അദ്ദേഹത്തിന് പോയിരുന്നു വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കാറിൽ പോയി അദ്ദേഹം കണ്ടിരുന്നെങ്കിൽ നമ്മളൊന്നും ചോദിക്കില്ല, എല്ലാവരും അറിയും, ആയിക്കോട്ടെ കണ്ടോട്ടെ. ഇതിപ്പോ അതല്ല, ഒളിച്ചുപോയി കാണുന്നു. ഇനിയിപ്പോ ഏറ്റവും വിവാദമായിരിക്കുന്ന മറ്റൊരു കാര്യം പുറത്തു വന്നിട്ടില്ല. അയാളുടെ കൂടെ വേറൊരാളുണ്ടായിരുന്നു, പിണറായിയുടെ വിശ്വസ്തനായ ഒരാളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ആരാണെന്നുള്ളത് ഇനി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ADGP മറ്റേ കല്യാണം ക്ഷണിക്കാൻ പോയതോ അല്ലെങ്കിൽ പഴയ കുശലം പറയാൻ പോയതോ അല്ലല്ലോ. രണ്ടുപേരും കണ്ടു എന്ന് പറയുന്ന രണ്ട് നേതാക്കന്മാരും ഒന്നിലേറെ തവണ കണ്ടിട്ടുണ്ട്. 2023 മെയ് 23-നാണ് ഒരാളെ കാണുന്നത്. അധികം വൈകാതെ രണ്ടാമത്തെ ആളെ കാണും, രാംമാധവനെ. അപ്പൊ ഈ രണ്ടുപേരെയും കണ്ടിട്ട് എന്താണ് ഇയാൾ സംസാരിച്ചത്? ഇവരൊക്കെ ഇയാളെ കുടുംബ ബന്ധുക്കളാണ് അല്ലല്ലോ. അപ്പൊ ഉറപ്പായിട്ടും രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായും MLA തന്നെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് പോയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എപ്പോ പോയി എപ്പോ വന്നു എന്നുള്ളത് ഇപ്പൊ അന്വേഷിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ഈ വിവരം എങ്ങനെ കിട്ടിയില്ല. അതാണോ പ്രശ്നം? പ്രതിപക്ഷ നേതാവിന് ഈ വിവരം എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ പത്രക്കാർക്ക് ഈ വിവരം എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കലാണോ പ്രധാന പണി? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താ? 2023 മെയ് 23-ന് ഇങ്ങനൊരു സന്ദർശനം നടത്തിയെന്ന് പിറ്റേ ദിവസം ഇന്റലിജൻസ് മുഖ്യമന്ത്രിക്ക് എല്ലാ വിവരങ്ങളും നൽകുന്നു. ഇപ്പൊ ADGP ശിക്ഷിച്ചു നോക്കിയാ, ADGP പുറത്താക്കി നോക്കിയാ, അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി എടുത്തു, പ്രശ്നം അതുകൊണ്ട് തീരില്ല. കാരണം ADGP ചെയ്ത തെറ്റ് 16 മാസം ഒളിപ്പിച്ചു വെച്ച മുഖ്യമന്ത്രി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ADGP, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് ADGP ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ പാർട്ടി സെക്രട്ടറി പറയുന്നില്ല അതുകൊണ്ട് എന്താന്ന്. പക്ഷെ അതുകൊണ്ട് എന്താന്നുള്ള ചോദ്യം പാർട്ടി സെക്രട്ടറിക്ക് സാധാരണ പാർട്ടി അണികളിൽ നിന്ന് വലിയ തെറി കിട്ടിയിട്ടുണ്ട്. കാരണം RSSകാർക്കെതിരെ പോരാടി ജീവൻ കളഞ്ഞ് നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരുള്ള വടക്കൻ കേരളം, പ്രത്യേകിച്ച് അവിടത്തെയുള്ള ഓരോ സഖാവും ചോദിക്കുക അതുകൊണ്ട് എന്താന്ന്. അപ്പോ ഇവിടെ ഞാൻ ഓർമ്മ വരുന്ന ദൃശ്യം സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രം. അദ്ദേഹം പറയുമല്ലോ, നീതി ന്യായമൊക്കെ രണ്ടാമതാണ്, എനിക്ക് എന്റെ കുടുംബമാണ് വലുത് എന്ന് പറയില്ലേ. എനിക്ക് എന്റെ കുടുംബമാണ് വലുത്, നീതി ന്യായമൊക്കെ രണ്ടാമതാണ്. മുഖ്യമന്ത്രി അതാണോ പറയണത്? എനിക്ക് എന്റെ കുടുംബമാണ് വലുത്, എനിക്ക് അതിൽ രക്ഷപ്പെടണം, അതിന് ഞാൻ എന്തും ചെയ്യും, ഈ നാട്ടിൽ എന്ത് നിയമവിരുദ്ധതയും ഞാൻ ചെയ്യും എന്നാണോ? അപ്പൊ തീർച്ചയായിട്ടും അജിത് കുമാർ തെറ്റ് ചെയ്തുവെങ്കിൽ, രാഷ്ട്രീയമായി തെറ്റ് ചെയ്തുവെങ്കിൽ, തീർച്ചയായും ആ തെറ്റ് മറച്ചു പിടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ ആഭ്യന്തരമന്ത്രി, അത് അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതിരുന്നത് അതിനേക്കാൾ വലിയ തെറ്റല്ല. അവിടെ കൊണ്ട് തീർന്നില്ല. അദ്ദേഹം പിന്നെ ആളെ പോയി കണ്ടു, പിന്നെ ഒന്നോ രണ്ടോ പലതവണ കണ്ടു എന്ന് പറയുന്നത് നമുക്കറിയില്ല എത്ര തവണ ഉണ്ടെന്ന്. നാഗ്പൂരിൽ പോയി കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, വേറെ എവിടെയെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോ ആദ്യത്തെ തവണ കാണുമ്പോൾ ഇയാളോട് പറയണ്ടേ, രാഷ്ട്രീയമായി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പറയേണ്ടത് എന്താ? താൻ ഈ പണിക്ക് നിൽക്കരുത്, ഇനി ഈ പണിക്ക് പോയാൽ തനിക്ക് പണി ഉണ്ടാവില്ല. പക്ഷെ അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പിന്നെയും കാണാൻ വിടുകയാണ്. അപ്പോൾ അതിനർത്ഥം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് ഈ യാത്രകൾ മുഴുവൻ. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് ആവാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം
വേറെ താല്പര്യത്തിന്, ഇപ്പോ കോൺഗ്രസിന്റെ താല്പര്യത്തിന് അദ്ദേഹം കാണാൻ പറയാൻ പറ്റില്ല. അപ്പൊ പൂരം കലക്കിയത് മുതലുള്ള നിരവധി പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത്. അജിത് കുമാർ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി അന്വേഷണത്തിൽ ഈ വിഷയം വരുന്ന പോലുമില്ല, ഇവരെ കണ്ട വിഷയം വരുന്ന പോലുമില്ല എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഈ വിഷയം മുഖ്യമന്ത്രി രാഷ്ട്രീയമായി അതിനെ ന്യായീകരിക്കുന്നു എന്ന് തന്നെയാണ്. ഇത് CPM-ന് അംഗീകരിക്കാൻ പറ്റും. CPM ഇത് അംഗീകരിക്കുകയാണെങ്കിൽ അതാണ് CPI വല്ലാതെ ചൂടായത്. CPIക്ക് ഇപ്പോൾ പ്രശ്നമുണ്ട്. കാരണം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഒപ്പമുള്ള മുന്നണിയിൽ CPM മുടക്കുന്നിടത്ത് പോലും CPI കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ്. ചില സ്ഥലങ്ങളിൽ CPIയുടെ ഭാഗമായി CPIക്ക് ചില സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ സംഘപരിവാറിനെതിരായ വലിയ വിശാല മുന്നണി ഉണ്ടാക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇപ്പോ ഇത് അതിൽ നിന്ന് മാറി ഇവിടെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷി തന്നെ സംഘപരിവാരുമായി അണ്ടർഹാൻഡ് ഡീൽ ഉണ്ടാക്കുന്നു, അതൊരു അധോലോക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതൊരു അധോലോക പ്രവർത്തനമാണ്, രാഷ്ട്രീയ അധോലോക പ്രവർത്തനമാണ്. നമ്മൾ ഒരു കാര്യം കൂടി ഇതിനാണ് ഓർക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്, മറന്നുപോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ എന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം ഒരു സ്ഥലത്ത് പോയി സംസാരിച്ചില്ല. തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞു, മറ്റു തലങ്ങളിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ മത്സരിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ ഒരു CPM സഖാവ് മത്സരിക്കുന്നുണ്ട്, ബംഗാളിൽ CPM-കാർ മത്സരിക്കുന്നുണ്ട്, മറ്റു പല സ്ഥലത്തും ഉണ്ട്. ഒരു മണ്ഡലത്തിലെങ്കിലും പോയി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയില്ല ഈ CPM-ന്റെ ഏക മുഖ്യമന്ത്രി. ഈ ചോദ്യം നമ്മളന്ന് ചോദിച്ചതാ. അപ്പൊ AK ബാലൻ പറഞ്ഞത് കുടുംബത്തിന് നല്ല സുഖസവാരിയൊക്കെ വേണ്ടത്. അതാണോ ഇന്ത്യ ഇല്ലെങ്കിൽ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്ന ആളുകൾ? ഈ ഇടത് സംഘപരിവാറിന്റെ ഒരു വലങ്കൈയായ ഇടതാണ് എന്ന് നമുക്ക് പറയേണ്ടി വന്നാൽ അത് CPIക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം CPIക്ക് ഇനി എത്ര നാൾ CPM-ന്റെ കൂടെ നിൽക്കാൻ പറ്റും? ഞാൻ കണക്കാക്കുന്നത് പരമാവധി ഈ മന്ത്രിസഭ വീഴുന്നത് വരെ, ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നത് വരെ. കാരണം 4 മന്ത്രിമാരുണ്ട്, ഒരു വിപ്പുണ്ട്, ഇത്രയും ആളുകളുടെയൊക്കെ പണി കളയൂലേ ഇത് വിട്ടുപോയാലും CPM-ന് ഇവിടെ ഭരണം തുടരാം, കാരണം അതിനുള്ള അംഗസംഖ്യയുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് CPI വിട്ടുപോകുന്നതെങ്കിൽ CPI വലിയ നാണക്കേടിലെത്തും, ഒരു സംശയവും വേണ്ട. കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തെറ്റ് ചെയ്തു എന്ന് എന്തായാലും കുറെ ദിവസങ്ങളായി ഇടതുപക്ഷത്തിന് വേണ്ടി തീവ്രമായി വാദിക്കുന്ന ആളുകൾ തന്നെ ഇപ്പൊ വന്നിട്ട് പറയുന്നുണ്ട്, ചാനലുകൾ വന്നിരുന്ന് പറയുന്നുണ്ട്, ഇടത് സഹയാത്രികരെ വരുന്നുള്ളൂ, അവരൊക്കെ പറയുന്നുണ്ട് ജാഗ്രതക്കുറവ് പറ്റി. ഇതാണോ ജാഗ്രതക്കുറവ്? സംഘപരിവാറിലേക്ക് ആളെ വിട്ട് അവരുമായി അണ്ടർഹാൻഡ് ഡീലിംഗ് നടത്തുന്നത് ജാഗ്രതക്കുറവാണോ, രാഷ്ട്രീയമായ തെറ്റാണോ? അതവർക്ക് അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. മാത്രമല്ല സൈബർ പോരാളികൾ ഒളിഞ്ഞും തെളിഞ്ഞും മുഖ്യമന്ത്രിക്കെതിരായി ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. മുഖ്യമന്ത്രി ചെയ്തത് ശരിയായില്ല, ADGP സംരക്ഷിച്ച് ശരിയായില്ല എന്ന്. ഇപ്പോ അൻവർ പറഞ്ഞത് പോട്ടെ, അൻവർ വേണമെങ്കിൽ സ്വതന്ത്ര MLA ആണ്, അയാൾക്ക് പറയാന്ന് പറയും. പക്ഷേ ഇപ്പോൾ തെളിവുകൾ വന്നിരിക്കുന്നു, പോലീസ് രേഖകളുണ്ട്. പിന്നെ അജിത് കുമാർ ഈ രാംമാധവനെയും അല്ലെങ്കിൽ ഹസബോളെയും കണ്ടത് തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ ഒരു അന്വേഷണവും വേണ്ട. കാരണം മുഖ്യമന്ത്രിയുടെ ഡോക്യുമെന്റ് ഇരിക്കുന്നുണ്ട്, ഇന്റലിജൻസ് കൊടുത്ത ഡോക്യുമെന്റ്, അടുത്ത് നോക്കിയാൽ അറിയാൽ ഇന്ന ദിവസം ഇന്ന ആളെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് വെച്ചാൽ അയാൾക്കെതിരെ പറയാം, പക്ഷെ പറയില്ല. കാരണം ഇദ്ദേഹം ADGP കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്, RSS-ഉമായി ഡീൽ ഉണ്ടാക്കാനാണ്. അതിൽ ഒരു ഡീൽ ജയിച്ചു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിക്കുന്ന ഒരു ഡീലായിരുന്നു. തിരുവനന്തപുരത്ത് എത്രത്തോളം ഡീല് പോയിന്ന് എനിക്കറിയില്ല. ഏതായാലും തിരുവനന്തപുരത്ത് തൽക്കാലം BJP ജയിച്ചില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ CPM അണികളിൽ അതിശക്തമായ എതിർപ്പ് പിണറായി വിജയന്റെ നിലപാടിനോടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ.